ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് എക്സ്പൊണൻഷ്യൽ ഫോം. നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കാൻ പോവാണ്. 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ 512. അപ്പം നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കുന്നത് നമ്മൾ എപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? പ്രൈം നമ്പേഴ്സ്. ഏതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7 അങ്ങനെ പോലെ നമ്മൾ പഠിച്ചു. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോസിലുണ്ട്. കുഞ്ഞിച്ചെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ 3. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അങ്ങനെ നമ്മൾ അറിയുന്നത് വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ വരിക? നമ്മുടെ ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ ബൈ 2 ആണ്. ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് സമയം കളയാതെ അടുത്തതിലേക്ക് പോകാമല്ലോ, 3 കൊണ്ട് ചെയ്യാമല്ലോ. അതിനാണ് നമ്മൾ അതുകൂടെ പഠിച്ചിരിക്കണം, ആ റൂളൂടെ. ഇപ്പം ഇവിടെ വൺസിന്റെ പ്ലേസിൽ 2 ആണ്, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് 512നെ എത്ര കൊണ്ടാണ്? 2 കൊണ്ട്. ഡിവിഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ പഠിപ്പിക്കണം, വേണ്ടല്ലോ. 4 ബാലൻസ് 1 ക്യാരി ഓവർ ചെയ്തു. 5 × 2 10, 2 ക്യാരി ഓവർ ചെയ്തു. 6 × 2 12. അപ്പൊ 256. ഇവിടെ 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. നമ്മളതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് അത് ഫോളോ ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ, അതായത് ഇവിടെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം കേട്ടോ മക്കളെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുകയാണ്, അതെങ്ങനെയാണ് നിങ്ങളെ കാണിക്കാൻ കൂടി ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഡിവിസിബിൾ ബൈ 2 ആണ്. കാരണം എന്താണ്? വൺസിന്റെ പ്ലേസിൽ 6 ആണ്. അപ്പൊ 2 കൊണ്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ആദ്യം 2 എടുത്തു. അപ്പൊ എത്രയാണ്? 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1. 1 × 2 2. അടുത്ത് നമ്മൾ 5 എടുത്തു. 5 എത്രയുണ്ട്? 2 × 2 4. അത്രയല്ലേ ഉള്ളൂ. 2 × 4 ഞാൻ ഇവിടോട്ട് എഴുതാതെ. 2 × 4 ബാലൻസ്. അപ്പൊ എത്രയുണ്ട്? 1 ഉണ്ട്. ആ 1 എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതും. ഇപ്പുറത്ത് ആരാ ഉള്ളത്? 6 ആ ഉള്ളത്. കണ്ടോ? 6ന്റെ അവിടോട്ട് കൊടുക്കും. 16. അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ട്? 16ല് 8. കണ്ടോ? ഇനി ഇതിനെ നമുക്ക് 2 കൊണ്ട് പറ്റും. കാരണം വൺസിന്റെ പ്ലേസിൽ 8. 2 കൊണ്ട് എഴുതുക. ഇതുപോലെ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം 1 എടുത്തു. പറ്റുമോ? 2ന്റെ ടേബിളിൽ 1 ഉണ്ടോ? ഇല്ല. അപ്പൊ നെക്സ്റ്റ് പ്ലേസിൽ എടുത്ത് 12. എത്ര പ്രാവശ്യം ഉണ്ട്? 6 × 2 12. ഇനി 8. അടുത്ത 8 അല്ലേ ഉള്ളൂ. 8 എത്ര പ്രാവശ്യം ഉണ്ട്? 4. കണ്ടോ? അടുത്ത് ഇതിനെ 2 കൊണ്ട് പറ്റും. 64 ആണ്. 4 ആണ് വൺസിന്റെ പ്ലേസിൽ. 2 കൊണ്ട് ആദ്യം 6 എടുത്തു. 3 × 2 6. അടുത്ത 4 എടുത്തു. 2 × 2 4. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. വൺസിന്റെ പ്ലേസിൽ 2. 32നെ ചെയ്തേ. ആദ്യം 3 എടുത്തു. 3ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 1. 2 × 1 2. ബാലൻസ് എത്രയുണ്ട്? 3 ആണ്. അവിടുന്ന് 2 × 1 2 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1. ആ 1 എത്രയിലോട്ട് കൊടുക്കും? ഇപ്പുറത്തുള്ള 2ലേക്ക്. ഇപ്പൊ 12. കണ്ടോ? ഇതിനെ നമുക്ക് 16 2ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. 8 2 അത് പിന്നെ 4 അതും 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 ഇവിടെ തൊട്ട് 4 തൊട്ട് ഇവിടോട്ട് എഴുതാം. ഇത് 4 4ഉം 2ന്റെ മൾട്ടിപ്പിളുള്ളതാണ്. 2 2 1 ഇവിടെ വരെ നമ്മൾ എഴുതി. അപ്പൊ എത്ര 2 ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9. അപ്പൊ 512 is equal to 9. 2 ഇങ്ങനെ എഴുതണം. 4 6 8 9. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? ബേസ് 2 എത്ര 2 ഉണ്ട്? 9. 2⁹9. ഇതാണ് ഇതിന്റെ 512ന്റെ എക്സ്പൊണൻഷ്യൽ ഫോം. എളുപ്പമല്ലേ? നമുക്ക് അതുപോലെ ബാക്കി 3 എണ്ണം കൂടെ പെട്ടെന്ന് ഒന്ന് ചെയ്താലോ? ഓക്കെ, ഇത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത എത്രയാണ്? 300. സെക്കൻഡ് 1 ആണ്. 343. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിനെ 2 കൊണ്ട് പറ്റില്ല. കാരണം വൺസിന്റെ പ്ലേസിൽ 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓഡ് നമ്പർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? നമ്മൾ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? സോറി, അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് പറ്റുമോ? നമ്മൾ എളുപ്പവഴിയുണ്ട്. എന്താണ്? ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 3 + 4 + 3 10 ആണ്. അപ്പൊ അത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന. അപ്പൊ ഇതല്ല, അതുകൊണ്ട് 3 കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോകും. 5
ഫൈവിൻ്റെ എളുപ്പവഴി എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയുന്നത്? വൺസിൻ്റെ പ്ലേസിൽ 0യോ 5ഓ വന്നാൽ മാത്രമേ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അല്ലല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ 7 ആണ്. 7ൻ്റെത് നിങ്ങൾക്ക് എളുപ്പമാണ്, പക്ഷേ ഞാൻ അതിൻ്റെ റൂളൊന്ന് പറയാം. പക്ഷെ അതിലും നല്ലത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയെന്നുള്ളൂ. നമുക്ക് ആദ്യം 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 343/7 അപ്പോൾ എത്ര വരും? 28 അല്ലല്ലോ 28ഉം 63 അല്ല 63 പറ്റും. അപ്പോൾ 7 കൊണ്ടേ പറ്റത്തുള്ളൂ. എത്രയാണ്? 49 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 7 എഴുതാം. 49. ഞാനിത് കഴിഞ്ഞിട്ട് 7ൻ്റെ റൂൾ പറയാവേ. ഇനി 49 ഏതുകൊണ്ട് പറ്റും? നമുക്ക് ഈസി ആയിട്ട് അറിയാം. 7 ആണ്. 7 × 7 49 ആണ്. 7 7 1. അപ്പം നമുക്ക് 343 എങ്ങനെ എഴുതാം? 7 × 7 × 7 = 7⁻3 എന്ന് നമുക്ക് എഴുതാം. എളുപ്പമല്ലേ? ഞാൻ 7ൻ്റെ റൂള് പറയാമെന്ന് പറഞ്ഞില്ലേ? 7ൻ്റെ അതായത് നമുക്ക് 343 ആണ് സംഖ്യ. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര വരും? 3 × 2 എന്നാണ് 6. ആ 6 ബാക്കി കിടക്കുന്ന ഡിജിറ്റില്ലേ? എത്രയാണ് കിടക്കുന്നത്? 34ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. എത്ര വരും? 6 പോകെ എത്രയായിരിക്കും വരുന്നത്? 8 4 8 28 അല്ലേ? അപ്പം ഇത് ഈ 28 7ൻ്റെ ടേബിളിലുണ്ടോ നോക്കുക. ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിലേക്ക് പോകണ്ട, കാരണം അതിലും എളുപ്പമാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. കേട്ടോ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഏതാണ്? 729. തേർഡ് വൺ 729. നിങ്ങൾ ഇത് ഏതുകൊണ്ട് പറ്റും നോക്കുക. നിങ്ങളിപ്പോൾ പെട്ടെന്ന് 2 കൊണ്ട് പറ്റുകയെന്ന് മനസ്സിലായി. ഇനി വൺസിൻ്റെ പ്ലേസിൽ 9 കണ്ടിട്ട് ഉടനെ തന്നെ 3 കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കല്ലേ. അതല്ല നമ്മുടെ റൂള്. ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. എത്രയാണ്? 18. 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് കൊണ്ട് 3 കൊണ്ട് പറ്റും. അപ്പോൾ 3 കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം 3 കൊണ്ട് 7 എടുത്തു. 7ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 3 × 2 6 ഉള്ളൂ. 6 ഉള്ളൂ. അപ്പോൾ 6 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടി. ബാലൻസ് 1. ആ 1 എപ്പുറത്തോട്ട് നോക്കണം? ഇവിടെ 2ൻ്റെ കൂടെ 12. അപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ട്? 4 ആണല്ലോ. 4 × 3 12. അടുത്ത 9 എത്രയാണ്? 3 × 3. ഇനി ഇതിനെ പറ്റുമെന്ന് നോക്കിയേ. പറ്റും. അതായത് 2 + 4 + 3 എത്രയാണ്? 9 ആണ്. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ പോവാണ്. 3 കൊണ്ട് നോക്കുവാണ്. 2 പറ്റുമോ? ഇല്ല. 3യുടെ ടേബിളിൽ 2 ഇല്ല. അപ്പോൾ അതുകൊണ്ട് എത്ര എടുത്തു? 4 എടുത്ത് 24. എത്ര പ്രാവശ്യം ഉണ്ട്? 8 ആണല്ലോ. ഇനി 1 × 3 3. ഇത് ഇനി 3യുടെ മൾട്ടിപ്പിൾ ആണോ? അതെ. 8 + 1 എത്രയാണ്? 9. 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 കൊണ്ട് പറ്റും. അപ്പോൾ 3 ആദ്യം 8 എടുത്തു. എത്ര പ്രാവശ്യം ഉണ്ട്? 2 6 ഉണ്ട്. 8 ആണ്. 3 × 2 6 ഉണ്ട്. ബാലൻസ് എത്രയാണ്? 2. ആ 2 ഇപ്പുറത്തോട്ട് കൊടുക്കണം. അപ്പോൾ 21 27. ഇത് നമുക്കറിയാം 3യുടെ ടേബിളിലുള്ളതാണ്. 9 പിന്നെ 3 3 1 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര 3 ഉണ്ട്? 1 2 3 4 5 6 2 അപ്പോൾ നമുക്ക് ഏതാണ്ട് ചെയ്ത് 729 = 1 2 3 4 5 6. അപ്പോൾ നമുക്ക് എന്നെ എഴുതാം? 3⁻6 എന്ന് എഴുതാം അല്ലേ? ഓക്കെ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അവരെല്ലാം സംഖ്യ കൊണ്ടും ചെയ്യുന്ന ഇട്ടിട്ടുണ്ടല്ലേ? 2 കൊണ്ടുണ്ട്. ഇത് നമ്മൾ 7 കൊണ്ടായിരുന്നു. ഇതിൻ്റെ ബേസ് വന്നിട്ട് ഇത് 3 ആണ്. അപ്പോൾ അടുത്തത് എന്താ നമുക്ക് നോക്കിയേക്കാം. 3125 കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി. വൺസിൻ്റെ പ്ലേസിൽ 5 വന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് അതിന് എന്തുകൊണ്ട് പറ്റും? 5 കൊണ്ട് പറ്റും. 5
അപ്പം ഇതുപോലെ വൺസിന്റെ പ്ലേസ് 0 5 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നിലേക്കും പോകണ്ട, പെട്ടെന്ന് തന്നെ 5 കൊണ്ടൊക്കെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 3 കൊണ്ട് പറ്റുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് സമയം കളയാനില്ല, നമ്മൾ പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് തീർക്കുക. അതാണ്. അപ്പൊ ഇവിടെ എടുക്കുക, ആദ്യം 3 എടുത്തു, പറ്റുകയില്ല അല്ലെ, 5ന്റെ ടേബിൾ 3 ഇല്ല, അപ്പൊ 30. അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ട്? 6. 31 എടുത്തു, 6 × 3 6 × 5 30 ആണ്. ബാലൻസ് 1. ആ 1 എങ്ങോട്ട് കൂട്ടണം? ഇപ്പുറത്ത് 12. അപ്പൊ എത്ര വരും? 5 × 2 10 ആണ്. ബാലൻസ് 2, അത് ഇപ്പുറത്തോട്ട് എഴുതി 25. ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. മുമ്പത്തെ പോലെ തന്നെ 6ൽ ഒരു പ്രാവശ്യം 5 × 1 5, 6ൽ 5 എഴുതി, ബാലൻസ് 1, അത് ഇപ്പുറത്തോട്ട് എഴുതി 12 വന്നു. 5 × 2 10, ബാലൻസ് 2 25, 125. ഇതും അത് തന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 1 എടുത്തു, പറ്റില്ല, അപ്പൊ 12 എടുത്തു. 5 × 2 10, ബാലൻസ് 2, അതങ്ങോട്ട് കൂട്ടി 25. നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ. അപ്പൊ ഇതിപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? 3125 is equal to 5 × 5 × 5 × 5. That is 5 raised to 5. 5 raised to 5 ആണ് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് 4 എണ്ണത്തിന്റെ എക്സ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിച്ച്, ഇതിന്റെ ബേസ് 2, ഇതിന്റെ ബേസ് 7, ഇതിന്റെ ബേസ് 3, ഇതിന്റെ ബേസ് 5. വ്യത്യസ്തമായിട്ടുള്ള ബേസ് ഉള്ള 4 എക്സ്പോണൻഷ്യൽ ഫോം നമ്മൾ കണ്ടുപിടിച്ചു. ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പഠിക്കണം. പിന്നെ മക്കൾ ഒരിക്കൽ കൂടെ ഞാൻ പറയണം, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ തെറ്റിക്കല്ലേ. നിങ്ങളത് വെളിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇനി നമ്മുടെ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഇതൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നമുക്ക് എക്സാം ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം കാണത്തില്ല. ഓക്കെ, അപ്പം ഇത് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഇത് സമയം ലാഭിക്കാം, പ്രോബ്ലം ചെയ്യാനുള്ള സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക മക്കളെ. ഓക്കെ, താങ്ക് യു.